ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയുടെ ഒരു പ്രധാന വിഭവമായ പുളിയിഞ്ചിയാണ്. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്, പുളിവെള്ളം, ശർക്കര പാനി. ആദ്യം തന്നെ ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ആ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. നന്നായിട്ടൊന്ന് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. എണ്ണയൊക്കെ ഒന്ന് തെളിയണം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ പുളിയും എരിവും നല്ലപോലെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിറ്റേ ദിവസം കഴിക്കാനാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ എരിവും പുളിയും മധുരവും എല്ലാം നന്നായിട്ടൊന്നും ഇറങ്ങും. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. അതിനുശേഷം കായപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി. നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ അങ്ങ് ഓഫാക്കാം. അങ്ങനെ പുളിയിഞ്ചി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് അടിക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.